ദിവസം 5 മീറ്റ് മലയാളികൾ കൺസ്യൂം ചെയ്യുന്നു. ഒരു ഷോപ്പിൽ പോയിട്ട് അവിടെ സ്ലോട്ടർ ചെയ്ത് കഴിഞ്ഞ് വീട്ടിൽ കൊടുന്ന് കുക്ക് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഹൈജീൻ അല്ല എന്നുള്ളതാണ്. ലൈവായിട്ട് കോഴിനെ അറുത്ത് മേടിച്ചുകൊണ്ട് വരുന്നതാണ് നല്ല ചിക്കൻ എന്നാണ് എനിക്കറിയാവുന്നത്. സ്ലോട്ടറിങ്ങിലൊക്കെ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ബ്ലഡ് അതിനകത്താവും. അതിൽ നിന്നാണ് ബാക്ടീരിയ ഫോം ചെയ്യുക. ഈ ബ്ലഡിൽ നിന്നാണ്. സാധാരണ ഇപ്പൊ നമ്മളൊക്കെ ഫ്രഷ് ആയിട്ട് കരുതുന്ന മീറ്റ് നമ്മൾ ഈ ബാക്ടീരിയ മീറ്റാണ് നമ്മൾ കഴിക്കുന്നത്. പ്രോസസ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ മേടിച്ചുകൊണ്ട് ചെന്നാൽ ഇത് മായമാണെന്നാണ് പറയുന്നത്. വെറ്റിനറി ഡോക്ടേഴ്സ് നമ്മുടെ ആനിമൽസിനെ പരിശോധിച്ച് ഈ ഇത്രയും ചിക്കൻ നമ്മൾ ഡോക്ടർമാര് ടെസ്റ്റ് ചെയ്യുന്നതാണ് പറയുന്നത്, സർട്ടിഫൈ ചെയ്യും. ഈ ഒരു ദിവസം തന്നെ ഇത്ര ടൺ ചിക്കൻ നമ്മൾ പ്രോസസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇതിന്റെ വേസ്റ്റ് എന്ത് ചെയ്യുക? നമസ്കാരം, ഞാൻ അന്ന സുസൻ. സ്പാർക്കിൻ്റെ സ്പാർക്കുള്ള പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദമായ സ്വാഗതം. കേരളത്തിലെ കുറച്ച് നല്ല സംരംഭകർക്ക് തോന്നിയൊരു ആശയം, ഒരുമിച്ച് ബിസിനസ് ചെയ്താലോ എന്ന്. ആ ബിസിനസ്സിന് അവരൊരു പേരിട്ടു, മീറ്റിൻ. അങ്ങനെ പാലക്കാട് ജില്ലയിൽ ഒരു 30 ഏക്കർ ലാൻഡൊക്കെ വാങ്ങി ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടൊരു പ്രൊജക്റ്റ് അവർ ക്രിയേറ്റ് ചെയ്തു. അത് ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ ജനങ്ങൾക്ക് മുന്നിലേക്ക് അവതരിപ്പിച്ചു. ഒരു ഫുഡ് ബ്രാൻഡായിട്ട് ഇന്ന് മലയാളികൾ ഒന്നടങ്കം കൈയടിച്ച് അവരെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതെ, മീറ്റിൻ എന്ന് പറയുന്ന കേരളത്തിൻ്റെ അഭിമാനമായിട്ട് ഇന്ത്യക്ക് മുന്നിൽ കേരളം കാഴ്ചവെച്ച മീറ്റിൻ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഒരു സ്റ്റോറിയാണ് ഞാൻ നിങ്ങളിലേക്ക് ഇന്ന് എത്തിക്കുന്നത്. സോ അതിൻ്റെ 2 സാരഥികളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം ഷിവുക്ക, അലിക്ക. വളരെയധികം സന്തോഷമുണ്ട്, കാരണം നിങ്ങൾ ഇത്രയും വലിയൊരു കൺസോഷ്യമാണ്. ആ ഒരു കൺസോഷ്യം നമ്മുടെ പ്ലാറ്റ്ഫോം നിങ്ങളുടെ ഒരു ബ്രാൻഡ് സ്റ്റോറി പറയാൻ വേണ്ടി തിരഞ്ഞെടുത്തു എന്നുള്ളതിൽ ഞങ്ങൾക്ക് വളരെയധികം അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. തിരിച്ചും ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, എവിടെയാണ് നിങ്ങളുടെ സ്വദേശം? നിങ്ങളൊരു കൺസോഷ്യമാണെന്ന് പറഞ്ഞു, എന്നാലും ഇതിനൊരു തുടക്കമുണ്ടാകുമല്ലോ. അത് എവിടെ നിന്നായിരുന്നു? എവിടെയാണ് നിങ്ങളുടെ സ്വദേശം? തൃശ്ശൂർ ജില്ലയിൽ പെരുമ്പിലാവ് എന്ന സ്ഥലത്താണ് മീറ്റിന്റെ ആസ്ഥാനം. മീറ്റിൻ കോർപ്പറേറ്റ് ഓഫീസ് പെരുമ്പിലാവിലാണ്. മീറ്റിന്റെ പ്ലാന്റ് പാലക്കാട് കൊഴിഞ്ഞാമ്പാറ എന്ന സ്ഥലത്ത്, കൊഴിഞ്ഞാമ്പാറ എന്ന സ്ഥലത്ത് ഏകദേശം ഒരു 30 ഏക്കർ സ്ഥലത്താണ് നമ്മുടെ പ്ലാന്റ് ഉള്ളത്. അപ്പൊ നിങ്ങൾ രണ്ടുപേരും ഒരേ നാട്ടുകാരാണ്. നിങ്ങൾ നേരത്തെ പരിചയം ഉണ്ടായിരുന്നോ, അതോ ഈ ബിസിനസിന്റെ ഭാഗമായിട്ടാണ് പരിചയപ്പെട്ടത്? ഞങ്ങള് അടുത്ത നാട്ടുകാരാണ്. ഈ ബിസിനസ്സുമായി ബന്ധപ്പെട്ടാണ് ഞങ്ങൾ കൂടുതൽ അടുത്തത്. ചെറുപ്പത്തിൽ വണ്ടിയൊക്കെ ഓടിച്ചോണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോയപ്പോൾ കണ്ടിട്ടുണ്ടെന്നല്ലാതെ പിന്നെ കണ്ടിട്ടില്ല എന്നല്ലേ? അതായത് നമ്മൾ ഈ ഒരു പദ്ധതി ആസൂത്രണം ചെയ്തപ്പോൾ ഞങ്ങൾ അടുത്ത നാട്ടുകാരാണെങ്കിൽ കൂടിയിട്ട് വേറെ കാണുമ്പോൾ ഉള്ള പരിചയം ഇതിനപ്പുറം മറ്റ് ബന്ധങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അറിയാവുന്ന ആളുകളാണ്. അപ്പൊ തീർച്ചയായിട്ടും ഈ പദ്ധതി വന്നപ്പോൾ നമ്മുടെ ഒരു കൂട്ടായ്മയിലൂടെ ഞങ്ങൾ ഒരുമിച്ച് അങ്ങ് ചേർന്നതാണ്. ഒരുമിച്ച് ഇപ്പൊ ആ ഒരു ഗ്രൂപ്പിന്റെ ചെയർമാനാണ്, MD ആണ്. ഓക്കെ, വളരെ നന്നായി ഒരു നേതൃത്വത്തിൽ നിങ്ങളത് കൊണ്ടുപോയി നടക്കുകയും ചെയ്യുന്നു. നമ്മൾ കുറച്ചധികം നേരമായി പറയുന്നു പദ്ധതി, പ്ലാൻ, അല്ലേ? എന്തായിരുന്നു നമ്മുടെ ഈ ഒരു പദ്ധതി? എന്തായിരുന്നു മീറ്റിൻ? ആ ഒരു ബ്രാൻഡ് നെയിം എനിക്ക് തോന്നുന്നു ഇന്ന് മലയാളികൾ കുറേ അധികം ആളുകൾക്ക് അറിയാവുന്ന ഒരു ബ്രാൻഡ് നെയിമാണ്. എല്ലാ ദിവസത്തെ നമ്മുടെ മെനുവിലും നിങ്ങളെ നമ്മൾ ഉൾപ്പെടുത്തി തുടങ്ങിയേക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. എന്താണ് ശരിക്കും മീറ്റിൻ? എങ്ങനെയാണ് മീറ്റിൻ എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത്? മീറ്റിൻ ആക്ച്വലി ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ മൾട്ടി സ്പീഷ്യസ് ഒരു സ്ലോട്ടറിംഗ് പ്ലാന്റ് ആണ്. അതായത് മട്ടൺ, ബീഫ്, ചിക്കൻ, ഇതിൻ്റെ ഒക്കെ ഇന്ത്യയിലെ ഏറ്റവും വലിയ 3 കൂടി ചേർന്നിട്ടുള്ള മൾട്ടി സ്പീഷ്യസ് ഏറ്റവും വലിയ ബ്രാൻഡാണ് മീറ്റിൻ. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പ്ലാന്റ് ആണ്. ഇന്ത്യയിൽ തന്നെ 3 കൂടി ചേർന്നിട്ടുള്ള ഏറ്റവും വലിയ ബ്രാൻഡാണ് മീറ്റിൻ. അതെ അതെ. ഓ, അടിപൊളി. അത് നമ്മുടെ കേരളത്തിന്റെ ഒരു സംഭാവനയായിട്ട് നമുക്ക് പറയാവുന്ന, നമുക്ക് കൂടി പറയാവുന്ന ഒരു കാര്യമാണത്. ആക്ച്വലി എന്താ, ഈ നമ്മൾ സാധാരണ യാത്രകളൊക്കെ ചെയ്യുമ്പോൾ ഭക്ഷണമൊക്കെ എല്ലാവരും ഭക്ഷണപ്രിയരാണല്ലോ. ഭക്ഷണം കഴിക്കാൻ പ്രത്യേകിച്ചും മീറ്റ്, നോൺ വെജ്, നമ്മളൊക്കെ നോൺ വെജ് കഴിക്കുന്ന ആളുകളാണ്. പൊതുവെ നാട്ടിലൊക്കെ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ നോൺ വെജ് ഒഴിവാക്കും. കാരണം എന്താ വെച്ചാൽ നമുക്കൊരു നോൺ വെജ് കഴിക്കാനായിട്ട് അത് എത്രമാത്രം ഹൈജീൻ, അതെ തീർച്ചയായിട്ടും ഹലാലാണോ ഹൈജീനാണോ എന്നൊക്കെയുള്ള സംശയങ്ങളുണ്ട്. നേരെ തിരിച്ച് നമ്മൾ വിദേശത്തൊക്കെ പോകുമ്പോൾ, എസ്പെഷ്യലി മിഡിൽ ഈസ്റ്റ് ഒക്കെ പോകുമ്പോൾ അവിടെ മീറ്റ്, എല്ലാറ്റിലും മീറ്റ് നന്നായിട്ട് യൂസ് ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെ എന്തുകൊണ്ടാണ് നമുക്ക് നാട്ടിലും അത്തരത്തിൽ അവൈലബിലിറ്റി ആക്കിക്കൂടാ എന്നുള്ള ഒരു ഡിസ്കഷൻ വന്നപ്പോഴാണ് നമുക്ക് അവിടെ കിട്ടുന്ന അതേ രീതിയിലുള്ള അങ്ങനെ പ്രോസസ്സ് ചെയ്തിട്ടുള്ള വെരി ഹൈജീനായിട്ട് പ്രോസസ്സ് ചെയ്തിട്ടുള്ള മീറ്റ് നാട്ടിലും കൂടി കൊടുക്കണമെന്നുള്ള ഒരു ആഗ്രഹത്തിൻ്റെ പുറത്തും പിന്നെ അതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ ഒരുപാട് ഒരു ദിവസം ശരിക്കും പറഞ്ഞാൽ 5010 ആണ്
10 മീറ്റാണ് കേരളത്തില് ഉപയോഗിക്കുന്നത്. ഒരു ഒരു ദിവസം ദിവസം 5000 ടൺ മീറ്റ് മലയാളികൾ കൺസ്യൂം ചെയ്യുന്നുണ്ട്. ഒരു ദിവസം. ഓക്കെ. അപ്പോൾ ആ കൺസ്യൂം ചെയ്യുന്ന മീറ്റ് എന്തുകൊണ്ട് വളരെ ഹൈജീൻ ആൻഡ് നീറ്റ് ആയിട്ടുള്ള മീറ്റ് നമുക്ക് കൊടുത്തുകൂടാ എന്നുള്ളൊരു ചിന്ത വന്നപ്പോൾ ഞങ്ങളൊന്ന് ഒരുമിച്ചിരിക്കുകയും ഡിസ്കസ് ചെയ്യുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിൽ തന്നെ വളരെ കംപ്ലീറ്റ്ലി മെഷീനിൽ പ്രവർത്തിക്കുന്ന ഫുള്ളി ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് നമ്മുടെ പ്ലാന്റ്. അത്രയും നീറ്റ് ആൻഡ് ഹൈജീൻ. ഇപ്പൊ നിങ്ങൾക്കൊക്കെ ഒരു ദിവസം ഒന്ന് കാണണം. അത് അത്രയും മനോഹരമായിട്ട്. സാധാരണ ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ നമ്മുടെ നാട്ടിലിപ്പോ ഒരു മീറ്റ് വാങ്ങാൻ പോകുമ്പോൾ അല്ലെങ്കിൽ കോഴി എന്തൊക്കെ വാങ്ങാൻ പോകുമ്പോൾ അവിടെ എങ്ങനെയാണ് നടക്കണതെന്ന് നമുക്കറിയാം അല്ലേ. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഹൈജീൻ ആയിട്ട് കംപ്ലീറ്റ്ലി മെഷീനിൽ കംപ്ലീറ്റ് പ്രോസസ്സ് ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ്. അപ്പൊ അതാണ് മീറ്റിംഗ്. അത്രയും നീറ്റ് ആൻഡ് ഹൈജീൻ ആയിട്ടുള്ള മീറ്റ് നമ്മുടെ നാട്ടിലെ മലയാളികൾക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു. ഓക്കെ. എന്നാണ് അപ്പൊ ഈ പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഏത് വർഷമാണ്? 2020 ഞങ്ങൾ ഈ ഒരു പ്ലാനുമായി മുന്നോട്ട് പോയത്. അതിനുശേഷം ആണ് എല്ലാവർക്കും അറിയാവുന്നത് പോലെ കൊറോണ മൊത്തം ലോകത്ത് വളരെ സ്വാഭാവികം. തീർച്ചയായിട്ടും ആ ഒരു സ്ട്രഗിളിൽ നിന്നും നമ്മൾ മുന്നോട്ട് പോയി. 2025 ജനുവരിയോടുകൂടി അതിൻ്റെ ആദ്യഘട്ടം വർക്ക് കഴിഞ്ഞു തുടങ്ങി. ഇപ്പൊ ചിക്കനിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. എത്ര ടൺ നമ്മൾ ഒരു ദിവസം അവിടെ പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്? ടോട്ടൽ ഒരു 50 ടൺ കപ്പാസിറ്റിയാണ് നമ്മുടെ പ്ലാന്റിന്. അതിൽ ചിക്കൻ അറൌണ്ട് ഒരു 16 ടൺ നമ്മളൊരു ദിവസം 16 to 18 ടൺ ഒരു ദിവസം ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പൊ നമ്മളിപ്പോ ഒരു പ്ലാൻ പറഞ്ഞു. അപ്പൊ നിങ്ങളൊക്കെ മറ്റ് പല ബിസിനസ്സുകളും ചെയ്ത എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണ്. ഈ എക്സ്പീരിയൻസ് കൊണ്ടാണ് മീറ്റിംഗിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സാമ്പത്തികമായ അച്ചടക്കത്തിലും കൃത്യമായ ഒരു പ്ലാനിലായിരിക്കാം മീറ്റിംഗ് മുന്നോട്ട് പോയിട്ടുണ്ടാവുക. എന്നാലും തുടക്ക കാലഘട്ടത്തിൽ കച്ചവടത്തിന് വേണ്ടി ഇറങ്ങണമല്ലോ. നമ്മൾ എല്ലാം ഉണ്ടാക്കി ഈ ഇറങ്ങുക എന്ന് പറയുന്ന സ്റ്റേജ് ഇച്ചിരി ഡിഫിക്കൽട്ട് സ്റ്റേജാണ് ഏത് ബിസിനസ്സിലും. അത് മാർക്കറ്റ് എങ്ങനെയുണ്ടായിരുന്നു? നമുക്ക് എത്രത്തോളം അക്സെപ്റ്റൻസ് കിട്ടി അവിടെ നിന്ന്? എൻ്റെ കാഴ്ചപ്പാട് ഇപ്പോൾ ചിക്കൻ എടുക്കുവാണെങ്കിൽ നമ്മളിപ്പോൾ തൊട്ടടുത്തുള്ള ചിക്കൻ കടയിൽ പോകുന്നു. അവിടെ നിന്ന് നമ്മളെ കൺമുന്നിൽ തന്നെ അവരൊരു കോഴീനെ പിടിക്കുന്നു, അവിടെ തന്നെ തൂക്കുന്നു, കഴുത്തറത്തൊരു ബക്കറ്റിലേക്ക് ഇടുന്നു, നമുക്ക് വെട്ടി നുറുക്കി നമുക്ക് ലൈവായിട്ട് നമ്മൾ നിന്ന് കണ്ടുകൊണ്ട് തരുന്നു. ഇതിനകത്തൊരു പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്യുന്നില്ല, സൂക്ഷിച്ച് വെക്കുന്നില്ല. ഇതൊക്കെയാണ് എൻ്റെ. അപ്പം മേ ബി ഇപ്പം ഞാൻ ജനിച്ചു വളർന്നത് ഇടുക്കിയിലാണ്. അപ്പോൾ അവിടെയൊന്നും നമ്മൾ ഈ പാക്ക് ചെയ്ത് വന്നിരിക്കുന്ന ചിക്കൻ കണ്ടിട്ട് പോലും ഇല്ല. അതുകൊണ്ടുള്ള കാഴ്ചപ്പാടായിരിക്കും. ശരിയാണോ തെറ്റാണെന്ന് എനിക്കറിയില്ല. എൻ്റെ കാഴ്ചപ്പാടിൽ അങ്ങനെ നമ്മുടെ തൊട്ടടുത്ത് കാണുന്ന ചിക്കൻ കടയിൽ പോയി ലൈവായിട്ട് കോഴിനെ അറുത്ത് മേടിച്ചുകൊണ്ട് വരുന്നതാണ് നല്ല ചിക്കൻ എന്നാണ് എനിക്കറിയാവുന്നത്. പ്രോസസ് ചെയ്ത മീറ്റാണ് നല്ല മീറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾ ഒരു ഷോപ്പിൽ പോയിട്ട് അവിടെ സ്ലോട്ടർ ചെയ്ത് കഴിഞ്ഞ് വീട്ടിൽ കൊടുന്ന് കുക്ക് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഹൈജീൻ അല്ല എന്നുള്ളതാണ്. അത് ഹൈജീൻ അല്ല, നല്ല ചിക്കൻ അല്ല എന്ന് പറയുന്നത്. ഓക്കെ. ചിക്കൻ നല്ലതല്ല, ചിക്കൻ കൊടുന്നത് മീറ്റ് നല്ലതല്ല എന്ന് പറയുന്നത്. അതെന്തുകൊണ്ടാണ്? ഞങ്ങൾ ആക്ച്വലി ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ തന്നെ പ്ലാന്റിൽ, ഞങ്ങളുടെ തന്നെ ഫാമിൽ നിന്ന് ഇപ്പോൾ ചിക്കനും മട്ടനും ബീഫും മൂന്നുണ്ടല്ലോ. ഇപ്പോൾ ചിക്കൻ ആണെങ്കിൽ ഫാമിൽ നിന്ന് നല്ല ഏറ്റവും ബെസ്റ്റ് ചിക്കനെ എടുത്ത് നമ്മുടെ സ്ലോട്ടർ ഹൗസ്, ഫാമും സ്ലോട്ടർ ഹൗസും കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട്, സ്ലോട്ടർ ഹൗസിൽ കൊണ്ടുവന്ന് അവിടെ നമുക്കവിടെ വെറ്റിനറി ഡോക്ടേഴ്സ് ഉണ്ട് നമ്മുടെ സ്ലോട്ടർ ഹൗസിൽ. വെറ്റിനറി ഡോക്ടേഴ്സ് നമ്മുടെ ആനിമൽസിനെ പരിശോധിച്ച് വളരെ ക്ലീൻ ആയിട്ടുള്ള ആനിമൽസ് ആണെന്ന് സർട്ടിഫൈ ചെയ്യും. ഒന്ന് ഒരു ചോദ്യം ആഡ് ചെയ്തോട്ടെ. ഈ 16 ടൺ വരെ നമ്മൾ ചിക്കൻ ഒരു ദിവസം പ്രോസസ് ചെയ്യുന്നുണ്ട്. ഈ ഇത്രയും ചിക്കൻ നമ്മൾ ഡോക്ടർമാര് ടെസ്റ്റ് ചെയ്യുന്നതാണ് പറയുന്നത്? തീർച്ചയായിട്ടും നമുക്ക് എല്ലാ, ഇപ്പോൾ നമ്മൾ ചിക്കൻ ആണെങ്കിലും നമുക്കൊരു സ്റ്റാൻഡേർഡ് SOP ഉണ്ട്. ആ SOP പ്രകാരം വെറ്റിനറി ഡോക്ടർ അത് പരിശോധിച്ചിട്ടാണ് ഇത് സ്ലോട്ടർ ചെയ്യാൻ പോകുന്നത്. ആ രീതിയിലുള്ള സ്റ്റാൻഡേർഡ് SOP വെച്ച് പിന്നെ പരിശോധിച്ച് സർട്ടിഫൈ ചെയ്തിട്ടാണ് നമ്മൾ സ്ലോട്ടറിങ്ങിന് പോവുക. ഓക്കെ. ഈ സ്ലോട്ടർ ചെയ്യുമ്പോൾ തന്നെ പറഞ്ഞല്ലോ, നമ്മൾ ആദ്യം അത് ഹലാൽ കട്ട് ചെയ്യും. നമുക്കറിയാം, ഇപ്പോൾ മിക്കവാറും ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ റെസ്റ്റോറൻറ്റ്സിലൊക്കെ ചില ആളുകൾ ഹലാൽ മീറ്റ് ആണോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ നമ്മൾ മാനുവലി ഹലാൽ കട്ട് ചെയ്തിട്ട് പിന്നെ നമ്മളിപ്പോൾ സാധാരണ കാണാറുണ്ടല്ലോ, ഇപ്പോൾ നമ്മൾ സ്ലോട്ടർ ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് പിന്നെ തൂക്കിയിട്ടിട്ടായിരിക്കും സ്ലോട്ടർ ചെയ്ത് കഴിഞ്ഞാൽ ആനിമൽസിനെ നമ്മൾ തല കീഴാക്കി വെക്കും. അപ്പോൾ സ്ലോട്ടർ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ കംപ്ലീറ്റ് ബ്ലഡ് ഡ്രെയിൻ ചെയ്ത് പോകും. ഓക്കെ. സാധാരണ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ നാട്ടിൽ കാണുന്ന സ്ലോട്ടറിങ്ങിലൊക്കെ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ബ്ലഡ് അതിനകത്താവും. അതിൽ നിന്നാണ് ബാക്ടീരിയ ഫോം ചെയ്യുക. ഈ ബ്ലഡിൽ നിന്നാണ്? തീർച്ചയായിട്ടും. അതെ.
നമ്മൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്ലോട്ടർ ചെയ്ത് കഴിഞ്ഞ് കീഴായി വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ബ്ലഡ് ഡ്രെയിൻ ചെയ്ത് കഴിഞ്ഞ് പിന്നെ മീറ്റ് എല്ലാം കംപ്ലീറ്റ്ലി മെഷീനിലാണ് സ്ലോട്ടറിങ് സിസ്റ്റം എല്ലാം നടക്കുന്നത്. അതെല്ലാം കഴിഞ്ഞ് മീറ്റായി പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ബ്ലഡ് പോയിട്ടുണ്ടാവും അതിന്. ഓക്കെ, സാധാരണ ഇപ്പൊ നമ്മളൊക്കെ ഇപ്പൊ ഫ്രഷ് ആയിട്ട് കരുതുന്ന മീറ്റ് നമ്മൾ ഈ ബാക്ടീരിയ ഉള്ള മീറ്റാണ് നമ്മൾ കഴിക്കുന്നത്. അപ്പൊ ഈ മീറ്റ് ക്ലീൻ ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ മീറ്റ് നേരെ പിന്നെ ചില്ലിങ് പ്രോസസ്സിലേക്ക് പോവുകയാണ്. ഈ ചില്ലിങ് പ്രോസസ്സിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 0 to 4 ഡിഗ്രി സെൽഷ്യസിൽ ഇത് ചില്ല് ചെയ്ത് ഒരു 4 to 6 hours നമ്മൾ വെച്ച് കഴിഞ്ഞിട്ട് ആണ് പുറത്തേക്ക് ഇത് എടുക്കുക. അതോടുകൂടി ഇത് ഏറ്റവും ബെസ്റ്റ്, വളരെ നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു ബാക്ടീരിയ അല്ലാത്ത ദ ബെസ്റ്റ് മീറ്റ് ആയിട്ടാണ് നമ്മളിത് പുറത്തേക്ക് കൊണ്ടുപോകുന്നത്. അപ്പൊ നമ്മൾ സാധാരണ കഴിക്കുന്ന മീറ്റും ഇതും തമ്മിലുള്ള ഒരു ഡിഫറൻസ് ഇതാണ് ആക്ച്വലി കഴിക്കാൻ ടേസ്റ്റും അതിനാണ്, വളരെ കഴിക്കാനും ടേസ്റ്റ് ആണ്. പിന്നെ സാധാരണ നമ്മൾ ഫ്രഷ് ആയിട്ട് കൊണ്ടുവന്നിട്ട് ആ ബ്ലഡോട് കൂടി കഴിക്കുന്നതും ഇത്രയും നീറ്റായിട്ട് കംപ്ലീറ്റ് ബ്ലഡൊക്കെ ഡ്രെയിൻ ചെയ്ത് ചിൽ ചെയ്ത് ഇത്രയും വെച്ച് പിന്നെ വരുന്ന മീറ്റും തമ്മിൽ ടേസ്റ്റിലും വലിയ വ്യത്യാസങ്ങളുണ്ട്. അത്തരത്തിലുള്ള ഇപ്പൊ നമ്മുടെ മീറ്റ് ഇങ്ങനെ പ്രോസസ് ചെയ്ത മീറ്റ് കഴിക്കാനും നല്ല ടേസ്റ്റാണ്, ഭയങ്കര ടെൻഡറാണ്, ജ്യൂസി ടൈപ്പ് ആയിട്ട് വളരെ ബെസ്റ്റ് മീറ്റ്. നിങ്ങളൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. നമ്മുടെ വേൾഡില് ലീഡ് ചെയ്യുന്ന ഫ്രൈഡ് ചിക്കൻ എന്തുകൊണ്ടാണ് ഒരേ അതിന്റെ ക്വാളിറ്റി സസ്റ്റെയിൻ ചെയ്ത് നിൽക്കുന്നതെന്ന് ആലോചിച്ചിട്ടുണ്ടോ? നമുക്കറിയാവുന്ന കാര്യം ഇവരുടെ റെസിപ്പിക്ക് എല്ലാത്തിനും ഒരേ ഒരു SOP ഉണ്ട്. ആ SOP അനുസരിച്ചിട്ട് ഒരു റെസിപ്പി പോകുന്നുള്ളതാണ്. പക്ഷെ ചിക്കനെ കുറിച്ച് ഇതുവരെ ചിന്തിച്ചിട്ടില്ല. അവരുടെ ആ കുക്കിംഗ് പ്രോസസ്സിനെ കുറിച്ച് ചിന്തിച്ചിട്ടുള്ളൂ. യഥാർത്ഥത്തില് പ്രോസസ് ചെയ്തിട്ടുള്ള മീറ്റ് ആയതുകൊണ്ടാണ് അതേ നിലവാരത്തിൽ അവർക്ക് അതേ ക്വാളിറ്റിയിൽ മുന്നോട്ട് പോകാൻ കഴിയുന്നത് എന്നുള്ളതാണ്. ഇപ്പോ അന്നക്ക് മനസ്സിലായില്ലേ എന്താണ് നല്ല മീറ്റും ബാക്ടീരിയ ഉള്ള മീറ്റും എന്താണ് തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളത്? തീർച്ചയായിട്ടും മനസ്സിലായി. കാരണം ഞാൻ ഈ വീഡിയോ ഞാൻ ആഗ്രഹിക്കുന്നു ഈ ഒരു പോർഷൻ മാത്രം കേരളത്തിലെ വീട്ടമ്മമാർ കണ്ടിരിക്കണം. കാരണം ഇത് എന്താ പറയുക, കണ്ണു തുറപ്പിക്കുന്ന ഒരു പോർഷനാണ്. അതായത് ഞാനത് ഒന്ന് ചുരുക്കി പെട്ടെന്നൊന്ന് പറയാം. ഒരു റീലായിട്ട് നമുക്കത് പോയി കഴിഞ്ഞാൽ ഒരുപാട് പേർക്കത് ഹെൽപ്പാകും. എനിക്ക് നിങ്ങൾ പറയുന്നത് മനസ്സിലായത്, നമ്മളൊരു കടയിൽ പോയി തൊട്ടടുത്തുള്ള ചിക്കൻ കടയിൽ പോയി ചിക്കൻ മേടിച്ചുകൊണ്ട് വരുമ്പോൾ അതിനകത്തിരിക്കുന്ന ബ്ലഡ് അപ്പോൾ തന്നെ നമ്മളത് കഴുകി കളയുന്നില്ല, നമ്മളത് ഫ്രീസ് ചെയ്യുന്നില്ല. എനിക്ക് തോന്നുന്നു ഒരു മണിക്കൂർ പുറത്ത് വെച്ചിട്ടാണ് പിന്നെ ഇത് ഫ്രീസറിൽ കയറ്റുന്നത് പോലും. ഫ്രീസറിൽ കയറ്റി പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ അതിനെക്കുറിച്ച് ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നത്. അത് ബാക്ടീരിയലായിട്ടുള്ള മോശം എന്ന് പറഞ്ഞാൽ മീറ്റിനകത്ത് നമുക്ക് അസുഖങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലുള്ള മീറ്റാണ്. പക്ഷെ പ്രോസസ്സ് ചെയ്ത മീറ്റിനകത്ത് നമ്മൾ ഈ ബ്ലഡ് മുഴുവൻ കളഞ്ഞ് ഇത് ചില്ല് ചെയ്യുന്നത് കൊണ്ട് ഈ പറയുന്ന പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാവില്ല. ഇത് അന്നട മാത്രമല്ല, കേരളത്തിലുള്ള അല്ലെങ്കിൽ നാട്ടിലെ ഭൂരിഭാഗം, ഈവൻ ഞങ്ങളും ഈ ഒരു ഇൻഡസ്ട്രിയിൽ വരുന്നതിന് മുന്നേ, ഇതിനെ കുറിച്ച് റിസർച്ച് ചെയ്യുന്നതിന് മുന്നേ കോമൺ ആയിട്ടുള്ള എല്ലാവരുടെയും ധാരണ നമ്മള് ഷോപ്പിൽ പോയി അപ്പൊ ഫ്രഷ് ആയിട്ട് കൊണ്ടുവരുന്ന ഫുള്ള് ബ്ലഡ് ഒക്കെ കണ്ടിട്ടുള്ള മീറ്റാണ് ബെസ്റ്റ് മീറ്റ്. നമ്മൾ നോക്കുമ്പോ നമ്മുടെ മുന്നിൽ വെച്ചല്ലേ ഇതിനകത്ത് എന്ത് മായം ചേർക്കാൻ പറ്റുമെന്നല്ലേ നമ്മൾ ചിന്തിക്കുന്നത്. ഇതാണ് ഞങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ വെച്ചത്. മാർക്കറ്റ് ചെയ്യേണ്ടി വന്നില്ല, ഈ അവയർനെസ് കൊടുത്തു. അപ്പൊ നിങ്ങൾ അവയർനെസ് കൊടുത്തിട്ടാണ് നിങ്ങളുടെ മാർക്കറ്റ് പിടിക്കുന്നത്. അപ്പം എവിടെയൊക്കെയാണ്, ഏത് രീതിയിലാണ് നമ്മൾ ഈ പ്രൊഡക്റ്റുകൾ കേരളം മുഴുവൻ എത്തിച്ചത്? നിലവില് ഇപ്പോ ഞാൻ നേരത്തെ പറഞ്ഞു, ഹോട്ടൽ, റെസ്റ്റോറന്റ്, വലിയ ബ്രാൻഡ്സ് നമ്മുടെ അടുത്ത് നിന്ന് ഓൾറെഡി മേടിക്കുന്നുണ്ട്. കുറെ ആളുകൾ നമ്മളെ വീണ്ടും ഇപ്പൊ സമീപിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇപ്പൊ കൊടുക്കാൻ പറ്റാത്തത്ര രീതിയിലുള്ള എൻക്വയറി വരുന്നുണ്ട്. അതുപോലെ പിന്നെ നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടർ പോയിന്റ് ഉണ്ട്. നമുക്ക് ഡിസ്ട്രിബ്യൂട്ടർ പോയിന്റ് വഴി നമ്മൾ ചെയ്യുന്നുണ്ട്. ഹൈപ്പർ മാർക്കറ്റുകൾ, വലിയ ഹൈപ്പർ മാർക്കറ്റ് ചെയിനുകൾ നമ്മുടെ പ്രോഡക്ട്സ് ഉണ്ട്. ഇങ്ങനെ ഈ രീതിയിലാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സ്റ്റോറുകൾ വരാൻ പോകുന്നുണ്ട് കേരളത്തിൽ പല സ്ഥലങ്ങളിലും. ഫ്രാഞ്ചൈസി മോഡലിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ കുറച്ചുകൂടി ആളുകളിലേക്ക് എത്തും, കുറച്ചുകൂടി ലോക്കൽ മാർക്കറ്റിനെ കൂടി നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞു വെച്ചത്. അത് മാത്രമല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരള മാർക്കറ്റ് വളരെ ഈസിയാണ്. കേരളത്തില് മോസ്റ്റ്ലി നമ്മുടെ ആളുകളെല്ലാം വിദേശ രാജ്യങ്ങളിലാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതുമായി ബന്ധപ്പെട്ട് അവർക്ക് കൂടുതലായിട്ട് അവർ അവെയറാണ് ഒരു ഫ്രോസൺ മീറ്റിനെ കുറിച്ച്. ശരി, അവർ ഇവിടുന്ന് പോയാൽ ഏറ്റവും കൂടുതൽ കാണുന്നതും അവർ ഏറ്റവും കൂടുതൽ കഴിക്കുന്നതും ഇപ്പൊ ഇത്തരത്തിലുള്ള മീറ്റാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഡോക്ടേഴ്സ് കുറേ പേര് പറയുന്നുണ്ടായിരുന്നു, ഈ റീസെൻ്റ്ലി ഹോസ്പിറ്റൽസിൽ ഭയങ്കരമായിട്ട് ചിക്കൻ കഴിച്ചിട്ട് വയറിന് കംപ്ലൈൻ്റ് ആണെന്ന് പറയുന്ന കേസസ് കൂടുതലാണെന്ന്. പക്ഷെ അതിനെക്കുറിച്ച് ആളുകൾക്ക് അറിയില്ല. ഇപ്പം ഈ ഒരു വീഡിയോ എനിക്ക് തോന്നുന്നു ഈ ഒരു പോർഷൻ ആളുകൾക്ക് ഭയങ്കര കണ്ണ് തുറപ്പിക്കുന്ന ഒരു പോർഷൻ ആയിരിക്കും. കാരണം ഇപ്പോഴും
എനിക്ക് തോന്നുന്നു നമ്മളിപ്പോൾ കടയിൽ പോയി കഴിഞ്ഞാൽ എൻ്റെ വീട്ടിലേക്കൊക്കെ ഈ പാക്കറ്റിൽ പ്രോസസ്സ് ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ മേടിച്ചുകൊണ്ട് ചെന്നാൽ ഇത് മായമാണെന്നാണ് പറയുന്നത്. ഓക്കെ, ഇതുണ്ടാക്കാൻ സമ്മതിക്കത്തില്ല, ഇത് എന്തോ പ്രിസർവേറ്റീവ്സ് ഒക്കെ ആഡ് ചെയ്ത് ചീത്തയാവാത്ത രീതിയിൽ വെച്ചേക്കുന്നു. പക്ഷെ അതിൻ്റെ പുറകിൽ ഇത്തരത്തിലുള്ളൊരു പ്രോസസ്സ് ഇതാണ് നല്ലതെന്നുള്ളത് ഒരുപാട് നല്ലൊരു എന്താ പറയുക നല്ലൊരു ഇൻഫർമേഷനാണ്. അപ്പൊ അതിന് നിങ്ങൾക്ക് മാർക്കറ്റ് ചെയ്യേണ്ടി വന്നിട്ടില്ല കൂടുതൽ. വളരെ ഈസിയാണ്. പിന്നെ പ്രധാനമായിട്ട് നമ്മുടെ പ്ലാന്റ് നമുക്ക് ഈ കോർപ്പറേറ്റ് ക്ലയൻസ് ഒക്കെ ഉണ്ട്. അതായത് നമുക്ക് അറിയുന്ന പല റെസ്റ്റോറന്റ് ചെയിനുകള്, ഹൈപ്പർ മാർക്കറ്റ് ചെയിൻ, അവരൊക്കെ നമ്മുടെ ക്ലയൻസ് ആണ്. അപ്പൊ അവരിലേക്ക് നമ്മൾ എങ്ങനെ എത്തി? അവര് ഇപ്പൊ അവരുടെ കമ്പനിയുടെ പർച്ചേസിംഗ് ഹെഡും ടീം അവരൊക്കെ നമ്മുടെ പ്ലാന്റ് കാണാൻ വേണ്ടി ഇൻവൈറ്റ് ചെയ്തു. പ്ലാന്റ് കണ്ടു കഴിഞ്ഞാല് ശരിക്കും പറഞ്ഞാൽ ഇത്തരത്തിലുള്ള പ്ലാന്റ് കേരളത്തിൽ ഇല്ലല്ലോ. ഇത്തരത്തിലുള്ള ഇത്രയും നീറ്റ് ആൻഡ് ഹൈജീൻ ആയിട്ടുള്ള പ്ലാന്റ് ഇല്ല. അപ്പൊ നമുക്ക് വേറൊരു മാർക്കറ്റിങ്ങിന്റെ ആവശ്യമില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ക്ലയൻസിന്റെ ആവശ്യമാണ്. ഇത്രയും ഹൈജീൻ ആയിട്ടുള്ള സ്ഥലത്ത് നിന്ന് മീറ്റ് കിട്ടുക എന്നുള്ളത് അവരുടെയും കൂടി ഒരു റിക്വയർമെന്റ് ആണ്. ആ മാർക്കറ്റിംഗ് രീതി എനിക്ക് ഇഷ്ടപ്പെട്ടു. നേരെ പർച്ചേസറിനെ വിളിക്കുന്നു, നമ്മുടെ പ്ലാന്റ് ഒന്ന് കാണാൻ പറയുന്നു, തിരിച്ചു പോകുമ്പോൾ എന്താണെങ്കിലും കോൺട്രാക്ട് സൈൻ ചെയ്യുന്നുള്ള നിങ്ങളുടെ ഒരു കോൺഫിഡൻസ്. ഇതുവരെയുള്ള അനുഭവം മുഴുവൻ അങ്ങനെയാണ്. ഒരു ക്ലയന്റ് പോലും നമ്മളോട് വന്നിട്ട് വേണ്ടാന്ന് പറഞ്ഞു പോയിട്ടില്ല. അത്രയും 100% തന്നെ നമുക്ക് സക്സസ് റേറ്റ് ഉണ്ട് ആ ഒരു കാര്യത്തിൽ. ഓക്കെ, അതിലൊരു കാര്യം കൊണ്ടുള്ളത് 90% കേരളീയരും മീറ്റ് ഉപയോഗിക്കുന്നവരാണ്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ പോയി അതിനെക്കുറിച്ച് അവയറുള്ള ആളുകൾ മാത്രമല്ല, ഈ 90% ആളുകൾക്കും ഈ ഹൈജീനായിട്ടുള്ള മീറ്റ് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. എന്നാൽ ഏകദേശം 5000 ടൺ ചെയർമാൻ പറഞ്ഞതുപോലെ 5000 ടണ്ണാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഒരു ദിവസം കൺസ്യൂം ചെയ്യുന്നത്. അതിൻ്റെ 1% മാത്രമാണ് 50 ടണ്ണാണ് നമ്മൾ ഒരു ദിവസം ഇപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ ഈ വരുന്ന 2 വർഷത്തിനുള്ളിൽ അത് 10% ഉയർത്താനാണ് മീറ്റിന്റെ ഒരു കോൺട്രിബ്യൂഷൻ കേരളത്തിൽ ഒരു 10% എന്നിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു വിഷൻ. ഇപ്പൊ ജസ്റ്റ് ഒരു 1% ആണ്. ഇപ്പൊ ഞങ്ങൾ പറഞ്ഞല്ലോ 30 ഏക്കേഴ്സിൽ ഇത്ര വലിയ പ്ലാന്റ് ആണ്, എന്നിട്ട് പോലും ജസ്റ്റ് 1% ആണ് നമ്മുടെ കോൺട്രിബ്യൂഷൻ. അത്രയും വലിയ ഇൻഡസ്ട്രിയാണ് അത്. പക്ഷെ പലപ്പോഴും നമ്മുടെ ബിവറേജിലെ കാര്യമൊക്കെയാണ് ആളുകൾ കൂടുതൽ ഇത്തവണത്തെ ന്യൂ ഇയറിന് എത്ര രൂപയുടെ മദ്യം വിറ്റു, കോടികളുടെ മദ്യം വിറ്റു കഥയൊക്കെയാണ് നമ്മൾ പുറത്ത് കാണുന്നുള്ളൂ. സാധാരണ ചിക്കൻ ഒരു ദിവസം കേരളത്തിലെ ആവറേജ് ശരാശരി ഉപയോഗിക്കുന്നത് 23 ലക്ഷം കിലോ ആണ്. 23 ലക്ഷം കിലോ ഒരു ദിവസം കേരളത്തിൽ ചിക്കൻ മാത്രം ഉപയോഗിക്കുന്നത്. ഇപ്പൊ പറഞ്ഞല്ലോ ഈ ന്യൂ ഇയറിന്റെ കാര്യം പറഞ്ഞപ്പോ, ഈ കഴിഞ്ഞ ന്യൂ ഇയറിന് കേരളത്തിൽ ചിക്കൻ ഉപയോഗിച്ചത് 34 ലക്ഷം കിലോ ആണ്. അതായത് 10 ലക്ഷം കൂടുതൽ മീറ്റ്. നമ്മള് മലയാളികൾ സന്തോഷം വന്നാലും സങ്കടം വന്നാലും ചിക്കൻ കഴിക്കാൻ ആഗ്രഹിക്കുന്നവരാണെന്നല്ലേ. ഓക്കെ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ഈ നമ്മൾ ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് തന്നെ സംസാരിക്കുന്നതുകൊണ്ട് നമ്മുടെ വീടിന് അടുത്തൊരു ചിക്കൻ കട ഉണ്ടെങ്കിൽ അത് ഭയങ്കര പ്രശ്നമായിരിക്കും. അവിടുന്ന് സ്മെല്ലായി, അവിടുത്തെ മാലിന്യം കൊണ്ടുവന്ന് പുഴയിൽ തള്ളി, അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ പറമ്പിലിട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ചിക്കൻ കട ഉണ്ടെങ്കിൽ അതിന് ചുറ്റും നിൽക്കുന്ന കടകളും ആൾക്കാരും ഒക്കെ പ്രശ്നക്കാരാണ്. അവിടെയാണ് നമ്മൾ ഈ പറയുന്ന 30 ഏക്കറിനുള്ളിൽ ഈ ഒരു ദിവസം തന്നെ ഇത്ര ടൺ ചിക്കൻ നമ്മൾ പ്രോസസ്സ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇതിൻ്റെ വേസ്റ്റ് എന്ത് ചെയ്യുക? സ്വാഭാവികമായിട്ടും മലയാളികൾ ചോദിക്കുന്നൊരു ചോദ്യമാണ്, നമ്മളപ്പോൾ ഇതിൻ്റെ വേസ്റ്റ് എന്ത് ചെയ്യാണ്? തീർച്ചയായിട്ടും അതിന് സൊല്യൂഷൻ നമ്മുടെ ഈ പ്ലാന്റിൽ ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. രണ്ടര പ്ലാന്റ് ഉപയോഗിച്ചുകൊണ്ട് ഇതിന്റെ വേസ്റ്റ് കംപ്ലീറ്റ് നമ്മൾ എന്ത് ചെയ്യാണ്, ബൈ പ്രോഡക്റ്റ് ആക്കി മാറ്റുന്നുണ്ട്, റീയൂസ് ചെയ്യാണ്. പെറ്റ് ഫീഡ് ആയിട്ടും അതേപോലെ തന്നെ പോൾട്രി ഫീഡ് ആയിട്ടും മറ്റൊരു അർത്ഥത്തിൽ ഫെർട്ടിലൈസർ ആയിട്ടും അത് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പ്ലാന്റിൽ നിന്ന് ഒരു വേസ്റ്റും പുറത്തേക്ക് കളയാനില്ല, നമ്മുടെ ആവശ്യത്തിന് പോലും തികയുന്നില്ല. ഇതിൽ നിന്ന് വേറെ ബൈ പ്രോഡക്റ്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. 0 വേസ്റ്റ്, 0 സ്മെൽ, അത്രയും അങ്ങനത്തെ ഒരു പ്ലാന്റ് ആണ്. അപ്പോൾ നമ്മുടെ വേസ്റ്റിൽ നിന്ന് തന്നെ നമ്മൾ ബൈ പ്രോഡക്ട്സ് കൂടെ ഇതിന്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യുന്ന വെള്ളം ഉണ്ടല്ലോ, അപ്പൊ അവിടുത്തെ വെള്ളം പോലും ഏകദേശം ഒരു 2 ലക്ഷം ലിറ്റർ വെള്ളം നമുക്ക് അവിടെ ശുദ്ധീകരിക്കാനുള്ള പ്ലാന്റ് ഉണ്ട്, ജലശുദ്ധീകരണ പ്ലാന്റ് ഉണ്ട്. വേസ്റ്റ് ഒന്നും മാത്രമല്ല, ഇപ്പൊ നമ്മൾ സാധാരണ ഇപ്പൊ നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ, നമ്മള് ഒരു ചിക്കൻ കടയുടെ ഫ്രണ്ടിലൂടെ പോകുമ്പോ തന്നെ ചെറിയ ഒരു ഷോപ്പിന്റെ പോകുമ്പോ, പക്ഷെ ഇവിടെ ഇത്രയും വലിയ പ്ലാന്റ് ആയിട്ട് പോലും നമുക്ക് സ്മെല്ലും ഇല്ല, അതുപോലെ തന്നെ വേസ്റ്റ് ഇല്ല. ഇങ്ങനത്തെ ഒരു പ്ലാന്റ് ആണെന്നുള്ള ഫീല് പോലും ഉണ്ടാവില്ല. ഒരു ഡൗട്ട് ചോദിക്കട്ടെ, നമ്മൾ ഏകദേശം 50 ടണ്ണാണ് മീറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ബ്ലഡ് ഉണ്ടല്ലോ, ബ്ലഡ് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, അത് നമ്മൾ എന്ത് ചെയ്യും?
അതായത് അതിൽ വരുന്ന ബ്ലഡ് ഡ്രെയിൻ യൂണിറ്റ് ഉപയോഗിച്ചുകൊണ്ട് അത് നമ്മൾ കോസ്മെറ്റിക്സ് ആവശ്യത്തിലേക്ക് ഉപയോഗിക്കുന്നുണ്ട്. അതുകൂടാതെ ഈ മീറ്റിന്റെ ബ്ലഡ് അതുകൂടാതെ അതിന്റെ സോളിഡ് കൃഷി ആവശ്യത്തിനായിട്ട്, അതായത് ഗ്രേപ്സിനും അതേപോലെ തന്നെ പോംഗ്രാനറ്റിനും വേണ്ടിയിട്ട് ഫെർട്ടിലൈസർ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ ഈ യൂണിറ്റ് ഫുള്ള് മെഷീനറീസ് ആണ്, വലിയ 30 ഏക്കറാണ്. അപ്പോൾ തന്നെ നിങ്ങൾ ആ നാട്ടിൽ നല്ലൊരു വിഭാഗം ആളുകൾക്ക് ജോലി കൊടുക്കുന്നുണ്ടാവും. എത്ര പേർക്ക് ഇന്ന് മീറ്റിനിൽ ജോലി കൊടുക്കുന്നുണ്ട്? ഏകദേശം ഒരു 200-ലധികം ആളുകൾക്ക് ജോലി കൊടുക്കുന്നുണ്ട്. മാനേജറിയൽ തൊട്ട് ലേബേഴ്സ് വരെ 200+ ഉണ്ട്. ഡ്രൈവേഴ്സ് അല്ലേ, എല്ലാം പാക്കിംഗ് എല്ലാം അടക്കം. ഓക്കെ, അത് തന്നെ വലിയൊരു കയ്യടി തരേണ്ട കാര്യമാണ്. കാരണം ഇവിടെ നിന്ന് പ്രവാസത്തിലേക്ക് പോയി അവിടെ ജോലി ചെയ്തും ബിസിനസ് ചെയ്തും അവരുണ്ടാക്കിയ പൈസ വീണ്ടും ഇവിടെ ഒരു വിഭാഗം ആളുകൾക്ക് ജോലി കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ അത് തീർച്ചയായിട്ടും പ്രവാസികൾക്ക് അഭിമാനിക്കാവുന്ന ഒരു നിമിഷമാണ്. അപ്പം നമ്മളൊരു LLP കമ്പനിയാണ്. എനിക്ക് തോന്നുന്നു അപ്പം നല്ലൊരു മനസ്സുള്ള നല്ല ഇൻവെസ്റ്റേഴ്സ് കൂടെ നിൽക്കുന്നത് കൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ നമുക്ക് എക്സിക്യൂട്ട് ചെയ്ത് ചെയ്യാൻ സാധിക്കുന്നത്. പലപ്പോഴും നമുക്ക് ഒരു ബിസിനസ് ഒരു 2 പാർട്ട്ണർ 3 പാർട്ട്ണർ ഉള്ളപ്പോൾ തന്നെ അവിടെ പല പല അഭിപ്രായങ്ങളാണ്. ഈ അഭിപ്രായങ്ങളുടെ പുറമേ ഉണ്ടാകുന്ന കോൺട്രവേഴ്സീസ് ഉണ്ടാകും, പ്രശ്നങ്ങൾ ഉണ്ടാകും. അവിടെയാണ് നിങ്ങൾ ഇത്രയും അധികം ആളുകളെ കൂട്ടി നിർത്തിക്കൊണ്ട് ഇത്രയും മനോഹരമായിട്ടൊരു ബിസിനസ് റൺ ചെയ്തത്. ഇത് എങ്ങനെ സാധിക്കുന്നു? യഥാർത്ഥത്തിൽ പിന്നെ ഞാനൊരു 20 വർഷമായിട്ട് GCC സൗദി അറേബ്യയിൽ ഉണ്ടായിരുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ഒരു കമ്മ്യൂണിറ്റി അവിടെ ഉണ്ട്, നമ്മുടെ ഒരു കൂട്ടായ്മ ഉണ്ട്, ഒരു പ്രവാസി കൂട്ടായ്മ ഉണ്ട്. ഈ പ്രവാസി കൂട്ടായ്മയിൽ എന്നും ചർച്ച ചെയ്യുന്ന ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ, എന്നും അവർ ആഗ്രഹിക്കുന്ന വിഷയം നാട്ടിൽ പോകണം, എത്രയും പെട്ടെന്ന് കുറച്ച് പൈസ ഉണ്ടാക്കിയിട്ട് നാട്ടിൽ പോകണം, അവിടെ എന്തെങ്കിലും സംരംഭങ്ങൾ തുടങ്ങണം. എന്നാൽ അത് അവരുടെ ആ ആഗ്രഹം ഒരു 20-25 വർഷത്തിൽ അവസാനിച്ച് അവർ റിട്ടയർമെൻറ്റ് ലൈഫിലേക്ക് നാട്ടിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ഉള്ള പൈസ ഉണ്ടായിരിക്കും, എന്ത് ചെയ്യുക എന്നുള്ളതാണ് അറിയില്ല, അവർക്കറിയില്ല. പലപ്പോഴും ചെയ്യുന്നത് അവർ തോറ്റു പോകാറില്ല, നമ്മൾ കൂടുതൽ കാണുന്നത് ആളുകൾ ഫെയിലിയർ ആവുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മളുടെ ചർച്ചകളിൽ വന്നിട്ടുള്ള കാര്യം, നമുക്ക് കൂട്ടായ്മയുടെ പ്രസ്ഥാനങ്ങൾ നമുക്ക് വളർത്തിക്കൊണ്ടുവരാൻ പറ്റുമെന്നുള്ളതാണ്. അങ്ങനെ ഈ ഒരു പ്രൊജക്റ്റിനെ കുറിച്ചിട്ട് നമ്മുടെ കൂട്ടായ്മകളിൽ നമ്മൾ സംസാരിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് GCCയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ നമുക്ക് എന്ത് വന്നിട്ടുള്ളത്, ഇൻവെസ്റ്റ്മെന്റ് വന്നിട്ടുള്ളത്. പ്രവാസി ഇൻവെസ്റ്റ്മെന്റ് ആണ് കൂടുതൽ വന്നിട്ട്, കാരണം അത് അവർ അക്സെപ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. അതിന്റെ സാധ്യതകൾ, അനന്ത സാധ്യതകൾ വെച്ചിട്ട് അവർ എന്തുണ്ട് അവെയറാണ്. അത് മാത്രമല്ല നമ്മളിലുള്ള വിശ്വാസമാണ് എന്ത് ചെയ്തിട്ടുള്ളത്, അവർ അർപ്പിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അതുകൊണ്ട് വളരെ മനോഹരമായിട്ട് ആ ഒരു പ്രസ്ഥാനം കൊണ്ടേ നടക്കാൻ ഒരു ചെയർമാൻ MD എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട് അല്ലേ? അതിനപ്പുറം വിദേശ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് വരെ നമ്മുടെ ഈ കമ്പനിക്ക് വന്നിട്ടുണ്ട്, ഈ കാലയളവിൽ വന്നിട്ടുണ്ട്. അത് രാജ്യത്തിന്റെ പുരോഗതിക്ക് ചെറിയ തോതിലെങ്കിലും നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളത് ഏറ്റവും വലിയ സന്തോഷകരമാണ്. തീർച്ചയായിട്ടും. മീറ്റിൻ നമുക്കിപ്പോൾ ഒരു പ്രൊജക്റ്റ് ചെയ്തു. അപ്പോൾ പലപ്പോഴും നമ്മൾ ഒരുപാട് സംരംഭകരെ കാണാറുണ്ട്. ഇവരുടെയൊക്കെ മാനുഫാക്ചറിങ് യൂണിറ്റ്, ബിസിനസ്സും കോർപ്പറേറ്റ് ഓഫീസൊക്കെ കേരളത്തിലാണെങ്കിലും മാനുഫാക്ചറിങ് യൂണിറ്റുകൾ കൂടുതൽ കാണാറുള്ളത് പുറത്താണ്, കേരളത്തിന് പുറത്താണ്. ലേബർ കോസ്റ്റിൻ്റെ പ്രത്യേകതകൾ ഉണ്ടാകാം, അല്ലെങ്കിൽ നമ്മളൊരു ബിസിനസ് അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കുറേ കാര്യങ്ങളിൽ പേപ്പർ വർക്കുകൾ മുതൽ കുറേ കാര്യങ്ങളിൽ ഈസി കേരളത്തിന് പുറമേ ആയതുകൊണ്ട് ഒരുപാട് പേര് കേരളത്തിന് പുറമേക്ക് ചൂസ് ചെയ്ത് പോകുന്നുണ്ട്. പക്ഷേ മീറ്റിൻ കേരളം തന്നെ ചൂസ് ചെയ്തു. അപ്പോൾ എന്തുകൊണ്ടാണ് കേരളം തന്നെ ചൂസ് ചെയ്ത് കേരളത്തിൽ തന്നെ നിൽക്കാൻ കാരണം? ഒന്നാമതായി കേരളം വ്യവസായ സൗഹൃദമാണ്. സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും നല്ല സപ്പോർട്ട് തരുന്നുണ്ട് എന്നുള്ളതാണ്. രണ്ടാമത് ഇതുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ കേരളത്തിന് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രസ്ഥാനം, ഒരു വ്യവസായം, അല്ലെങ്കിൽ ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം പരമ്പരാഗതമായിട്ട് ഫ്രൂട്ട്സ് വ്യാപാരത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു ഫാമിലിയാണ്. ഈ ഫസ്റ്റ് ക്വാളിറ്റി എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഫ്രൂട്ട്സിൻ്റെ ഫസ്റ്റ് ക്വാളിറ്റി എക്സ്പോർട്ടാണ്. സെക്കൻഡ് ക്വാളിറ്റി ഇന്ത്യയിലെ തന്നെ പല സിറ്റികളിലേക്ക് പോകുന്നു. അതിൻ്റെ തേർഡ് ക്വാളിറ്റിയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ മീറ്റിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ എല്ലാവരും ചോദിക്കുന്നത് എക്സ്പോർട്ട് ഉണ്ടോ എന്നുള്ളതാണ്. നമ്മുടെ ജനങ്ങളിൽ 3,30,00,000 ആളുകളിൽ 90% കൺസ്യൂം ചെയ്യുന്ന മീറ്റ്, അതിൽ ഫസ്റ്റ് ക്വാളിറ്റി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടകരമായ അവസ്ഥ. എന്തുകൊണ്ട് നമ്മളെ അടുത്ത ജനറേഷന് ഒരു ഫുഡ് റെവല്യൂഷൻ, മീറ്റ് റെവല്യൂഷൻ എന്തുകൊണ്ട് ഉണ്ടായിക്കൂടാ? നമ്മുടെ കുട്ടികളും അടുത്ത ജനറേഷനും നല്ല മീറ്റ് കഴിക്കണം എന്നുള്ള കൺസെപ്റ്റ് തന്നെയാണ് ഇതിന്റെ പുറകിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് കേരളം പോലുള്ള നമ്മളുടെ ഏറ്റവും കൂടുതൽ മീറ്റ് കൺസ്യൂം ചെയ്യുന്ന കേരളം പോലുള്ള സംസ്ഥാനം നമ്മൾ ചൂസ് ചെയ്യുന്നത്.
അത് വലിയൊരു ടാസ്ക് ആണ് എന്നുള്ളതാണ് ആദ്യമായിട്ട് പറയാനുള്ളത്. എന്താണ് ഇനി മീറ്റിന്റെ ഫ്യൂച്ചർ? ഈ ഒരു ചിക്കനിലും ബഫലോയിലും അല്ലെങ്കിൽ മട്ടണിലൊക്കെ ഒതുങ്ങി നിൽക്കാനാണോ? നിങ്ങളുടെ ആ ഒരു ഗ്രൂപ്പിന്റെ സ്ട്രെങ്ത് അനുസരിച്ചിട്ട് ഒതുങ്ങി നിൽക്കത്തില്ല എന്ന് അറിയാം. എന്നാലും എന്താണ് നമ്മുടെ ഫ്യൂച്ചർ? ഞങ്ങള് R&D ടീം വളരെ കാര്യമായിട്ട് ഒരുപാട് നാളുകളായിട്ട് റിസർച്ച് ചെയ്തിട്ട് കുറെ പ്രോഡക്ട്സ് ഇനി പൈപ്പ് ലൈനിലുണ്ട്. ഓക്കെ, എന്തൊക്കെയാണ്? ഇപ്പോൾ നമ്മുടെ ഒരു യുണീക്കായിട്ട് നമ്മുടെ മീറ്റിംഗ് ഷവർമ, ഒരു ഓൺ ബ്രാൻഡിൽ ഷവർമ ഇമ്മീഡിയറ്റ്ലി മാർക്കറ്റിൽ വരും. പിന്നെ ബർഗർ, നഗറ്റ്സ് പോലത്തെ ഫ്രോസൺ ഫുഡ്സ് എല്ലാം ഇമ്മീഡിയറ്റ്ലി മാർക്കറ്റിൽ. അടുത്ത തലമുറയെ നമ്മുടെ കയ്യിൽ സൂക്ഷിക്കണമല്ലോ അല്ലേ? ഹൈജീൻ ആയിട്ടുള്ള വിശ്വാസത്തോടു കൂടി മേടിക്കാൻ. ഇപ്പൊ നമുക്കൊക്കെ അറിയാലോ, ഇപ്പൊ പോയിട്ട് പാക്കറ്റ് എടുക്കുമ്പോൾ നമുക്കൊക്കെ ഒരു ഇതെങ്ങനെ വരുന്നതെന്ന് അറിയാത്തൊരു സാഹചര്യം ഉണ്ട്. പക്ഷെ എല്ലാവർക്കും വളരെ വിശ്വസിച്ച് എടുക്കാവുന്ന ഒരു പ്രൊഡക്റ്റ് ആയിട്ട്. അതെ, തീർച്ചയായിട്ടും. അല്ല, അത് ഈ പറഞ്ഞ പോലെ നമ്മൾ പലപ്പോഴും കണ്ടിരിക്കുന്നത് കേരളത്തിൽ നിന്നുള്ള ഇത്തരത്തിലുള്ള പ്രൊഡക്ട്സ് നമ്മൾ കണ്ടിട്ടില്ല. നമ്മളെപ്പോഴും കണ്ടിരിക്കുന്നത് മറ്റ് സ്ഥലങ്ങളിൽ നിന്നുള്ള പ്രൊഡക്ട്സ് ആണ് കേരളത്തിൽ വന്ന് നമ്മൾ കണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ഒതൻറ്റിസിറ്റി എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഇല്ല. പക്ഷെ ആ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾ മീറ്റിലൂടെ നമ്മളെപ്പോലുള്ള സാധാരണക്കാരായ ആളുകൾക്ക് തരുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇപ്പം ഞാനൊക്കെ വീട്ടിൽ നഗറ്റ്സ് മേടിക്കുമ്പോൾ ചിന്തിക്കാറുണ്ട്, ദൈവമേ നല്ലതാണോ ഇത് ഫ്രൈ ചെയ്ത് കൊടുക്കുമ്പോൾ ഇതിന് വല്ല അസുഖവും വരുമോ എന്നൊക്കെ ചിന്തിക്കാറുണ്ട്. ആളുകൾക്ക് മേടിക്കാൻ പറ്റുന്നതാണ് ഇനി മീറ്റിൽ എന്നുള്ള ബ്രാൻഡിൽ നമുക്ക് ഇത്തരം പ്രോഡക്ട്സ് ഇപ്പൊ എല്ലാ വീട്ടിലും കുട്ടികൾക്കൊക്കെ ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങളാണ് ഇപ്പൊ പറഞ്ഞത്. നഗറ്റ്സും ബർഗറും. അതെ, അത് എവിടുന്ന് വരുന്നത് എങ്ങനെ വരുന്നതെന്ന് നമുക്ക് ആർക്കും അറിയില്ല. പക്ഷെ ഇനി ഇവിടുന്ന് അങ്ങോട്ട് കേരളത്തിൽ നിന്നുള്ള ഓൺ ബ്രാൻഡിൽ ഇത്തരത്തിലുള്ള പ്രോഡക്ട്സ് ഒക്കെ നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാവുന്ന വേണ്ടി അതിന്റെ റിസർച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇമ്മീഡിയറ്റ്ലി മാർക്കറ്റിൽ ഇറങ്ങാൻ പോവാണ്. ഓക്കെ, അപ്പം അത് ഈ പറഞ്ഞതുപോലെ അടുത്ത ജനറേഷന് ഞങ്ങളിപ്പോൾ അമ്മമാർക്ക് വളരെ നല്ലൊരു കാര്യമായിരിക്കും. പെട്ടെന്ന് രാവിലെ എടുത്ത് വറുത്ത് കൊടുത്ത് വിടുമ്പോൾ ട്രസ്റ്റ്ഫുള്ളി ചെയ്ത് കൊടുത്തു വിടാമല്ലോ. എനിക്ക് നമ്മൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്നതോടെ വരെ അറിയണ്ടായിരുന്നില്ല, ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ഒരു പ്ലാന്റാണ് ബഫലോയും മട്ടനും ചിക്കനും കൂടി പ്രോസസ്സ് ചെയ്യുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്ലാന്റ് ആണ് മീറ്റിൻ്റെ എന്ന് എനിക്ക് അത്രയും ഡീറ്റെയിൽ ആയിട്ട് അറിയണ്ടായിരുന്നില്ല. പക്ഷെ അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ സ്വന്തം മീറ്റാണ്, കേരളത്തിൻ്റെ സ്വന്തം ബ്രാൻഡാണെന്ന് നമുക്ക് അഭിമാനത്തോടെ പറയാൻ സാധിക്കും അല്ലേ? എനിക്ക് തോന്നുന്നു ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ ഞങ്ങളുടെ ഏറ്റവും കൂടുതൽ പ്രേക്ഷകരുള്ളത് GCC കൺട്രീസിലാണ്. അവിടെ നിന്ന് നിങ്ങൾക്ക് എൻക്വയറി ആയിരിക്കും വരുന്നത്, എങ്ങനെ നിങ്ങളുടെ കൺസോർഷ്യത്തിൽ മെമ്പർ ആകാം, നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇനി അറ്റൻഡ് ചെയ്യാൻ പോകുന്ന കോള് മേ ബി അതായിരിക്കട്ടെ അല്ലേ? എന്താണെങ്കിലും വളരെയധികം സന്തോഷമുണ്ട്. നാളെ കേരളത്തിൻ്റെ ആ ഒരു സ്വന്തം ബ്രാൻഡിനെ ലോക മാർക്കറ്റിലേക്ക് എത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. നിങ്ങളുടെ ആ ഒരു കൺസോർഷ്യത്തിൻ്റെ പവർ അത്രത്തോളം ഉണ്ട്. അല്ലെങ്കിൽ ഇത്രയും ഒരു ചെറിയ വർഷം കൊണ്ട്, ഒത്തിരി കാലയളവൊന്നും ആയിട്ടില്ല, കോവിഡിന് ശേഷമാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും തുടങ്ങിയത്. അപ്പോൾ ഇത്രയും ചെറിയ കാലയളവ് കൊണ്ട് നിങ്ങൾ ഇത്രയും റീച്ച് നേടി ഇത്രയും ആളുകളിലേക്ക് എത്തി എന്ന് പറയുമ്പോൾ തന്നെ അത് വളരെ അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതിനേക്കാൾ ഉപരി നിങ്ങൾ ചെയ്യുന്ന ഒരു സോഷ്യൽ കോസ്, ഇത്രയും പ്രോസസ്സുകളിൽ കൂടി ഹൈജീനിക്കായിട്ട് ഒരു ഹെൽത്തിനൊരു ഇഷ്യൂ ഇല്ലാത്ത രീതിയിൽ ഈ ഒരു മീറ്റ് മാർക്കറ്റിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് കൈയടിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി മുന്നോട്ടും അതേ ക്വാളിറ്റിയിൽ അതേ കൺസിസ്റ്റൻസിയിൽ തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇനി മുന്നോട്ടുള്ള യാത്രയിൽ നമുക്ക് ഒരുമിച്ച് വളരാം അല്ലേ? നാളെ നിങ്ങൾ ലോക മാർക്കറ്റിലൊക്കെ പോയി കഴിയുമ്പോൾ ഇപ്പം കേരളത്തിൽ തന്നെയുള്ള പല ബ്രാൻഡുകൾ ലോകത്തിൻ്റെ പല മാർക്കറ്റുകളിലും നിൽക്കുന്നുണ്ട്. നാളെ നമ്മുടെ പ്രൊഡക്റ്റും ലോകത്തിൻ്റെ പല മാർക്കറ്റുകളിൽ എത്തുമ്പോൾ ഞങ്ങൾക്കും അഭിമാനത്തോടെ പറയാൻ സാധിക്കട്ടെ നിങ്ങളുടെ ആദ്യത്തെ ബ്രാൻഡ് സ്റ്റോറി ചെയ്തത് സ്പാർക്ക് സ്റ്റോറീസ് ആണെന്ന്. അപ്പം ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. ഞാൻ ഇൻ്റർവ്യൂവിൽ പറഞ്ഞതുപോലെ കേരളത്തിൻ്റെ അഭിമാനമായിട്ടാണ് മീറ്റിൽ നിന്ന് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നത്. പലപ്പോഴും ഒരു ബ്രാൻഡിങ് ടാഗ് ലൈനായിട്ടോ അല്ലെങ്കിൽ ഒരു മാർക്കറ്റിംഗ് ടാഗ് ലൈനായിട്ടോ അല്ല, അവർ പ്രൂവ് ചെയ്ത് കാണിക്കുകയാണ്. അവരുടെ പാലക്കാടുള്ള ആ ഒരു പ്ലാന്റിൽ പ്രൂവ് ചെയ്ത് കാണിക്കുകയാണ് ഒരു പ്രൊഡക്റ്റ് എത്രത്തോളം ഹൈജീനിക്കായിട്ട് എത്രത്തോളം നല്ല രീതിയിൽ ജനങ്ങളിലേക്ക് എത്തിക്കാമെന്നുള്ളത്. സോ മീറ്റിൻ്റെ അനന്ത സാധ്യതകൾ ഇനി മുന്നോട്ട് കിടക്കുകയാണ്. നാളെ സൂപ്പർ മാർക്കറ്റുകളിലോ അല്ലെങ്കിൽ ഓൺലൈൻ ഡെലിവറി ആപ്പുകളിലോ മീറ്റിൻ്റെ ലോഗോ കാണുമ്പോൾ തന്നെ നിങ്ങൾ ചിന്തിച്ചോളൂ, നിങ്ങൾക്ക് ധൈര്യമായിട്ട് മേടിക്കാൻ സാധിക്കും, നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. ഒരു ഹെൽത്ത് ഇഷ്യൂ ഇല്ലാതെ നല്ലൊരു ജനറേഷനെ വാർത്തെടുക്കാൻ. ഇപ്പോൾ പലപ്പോഴും നമ്മൾ പറയും പെൺകുട്ടികൾക്ക് ചിക്കൻ കൊടുക്കാൻ പാടില്ല, അതിനകത്ത് ഹോർമോൺസ് ഉണ്ട് അല്ലെങ്കിൽ അതിനകത്ത് ഇന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ മാറ്റി നിർത്തി നല്ല രീതിയിൽ നമ്മുടെ അടുത്ത ജനറേഷനെ നല്ല ഫുഡ് കൊടുത്ത് വളർത്താൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. അതിലൊരു പാർട്ടാകാൻ മീറ്റിനും സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. വളരെയധികം സന്തോഷം. താങ്ക് യു സോ മച്ച്.